ഒരു കാര്യം കൂടി, കഴിഞ്ഞ തവണ ഈ ടി.എം. പ്രതാപൻ ഒരു പക്ഷേ ജയിച്ചത് ഈ ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു ഏകീകരണം കൊണ്ടാണ്. ഇത്തവണ ന്യൂനപക്ഷങ്ങൾ ഇല്ല, ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, മതപ്രീണനമില്ല എന്ന് ഞാൻ പറഞ്ഞെങ്കിൽ ഞാൻ ജനങ്ങളിലേക്കാണ് ചെല്ലുന്നത്. അവർക്ക് വിവിധ മതങ്ങളുണ്ടാവും. ഞാൻ ജനങ്ങളോടാണ് അഭ്യർത്ഥിക്കുന്നത്. ജനങ്ങൾ ജയിപ്പിക്കട്ടെ, അതാ നല്ലത്. ഒരു മതവിഭാഗവും ജയിപ്പിക്കുന്നത് നല്ലതല്ല. ജനങ്ങൾ ജയിപ്പിക്കട്ടെ. അപ്പോൾ എനിക്ക് പിന്നെ ഉത്തരവാദിത്വം ജനങ്ങളോട് മാത്രമാവണം. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഒരു അപൂർവതയുണ്ട്. സഹോദരനും സഹോദരിയും രണ്ട് ചേരിയിൽ നിന്നിട്ടാണ് തെരഞ്ഞെടുപ്പിന് നേരിടുന്നത്. സഹോദരൻ സ്ഥാനാർത്ഥിയും സഹോദരി സുരേഷ് ചേട്ടൻ്റെ ഒപ്പമാണ്. എങ്ങനെയാണ് ആ ഒരു, പ്രത്യേകിച്ച് അവർ കുടുംബമായിട്ട് അടുത്ത ബന്ധം ഉണ്ടായിരുന്ന ആളാണ്? അല്ല, എൻ്റെ രാഷ്ട്രീയ നേതൃത്വം ഡൽഹിയിലിരുന്ന് ആയമ്മ അവിടെ അവരുടെ ഇഷ്ടാനുസരണം ചെന്ന് ആരും വന്ന് വിളിച്ചുകൊണ്ട് പോയതല്ല. അവരുടെ ഇഷ്ടം രേഖപ്പെടുത്തി. അവരെ നിരാകരിച്ചില്ല, അവരെ സ്വീകരിച്ചു. അവരെ എൻ്റെ നേതാക്കൾ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് സ്വീകാര്യമായിരിക്കണം. പെങ്ങൾ ആങ്ങള അത് അവരാദ്യം നിശ്ചയിക്കട്ടെ, അല്ലേ? കല്യാണിക്കുട്ടിയമ്മയെ വരെ ചോദ്യം ചെയ്തിട്ടില്ലേ? അപ്പോൾ ആങ്ങളെയും പെങ്ങളും ആണോ എന്ന് അവർ തങ്ങളിൽ തീരുമാനിക്കട്ടെ. കറക്റ്റാ, ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ജയ്സ, നമ്മൾ എത്ര വർഷമായി കാണാൻ തുടങ്ങിയിട്ട്? അല്ല, അപ്പോൾ സ്വാഭാവികമായിട്ട് അത്തരത്തിലുള്ള കെ മുരളീധരനൊന്നും അത്ര ഒരു ഭീഷണി ഉയർത്തില്ല. ഞാൻ എന്തിനാ അതൊക്കെ പറയുന്നേ? ഞാൻ പറഞ്ഞില്ലേ, ജനങ്ങളിലേക്കാണ്. അവരും ജനങ്ങളിലേക്കാവട്ടെ. എല്ലാ സ്ഥാനാർത്ഥികളും ജനങ്ങളിലേക്ക് ചെല്ലട്ടെ. ഞാൻ ആ ജോലി ചെയ്തോട്ടെ. അങ്ങനെന്തിനാ ഞാൻ വിചാരിക്കുന്നത്? ആർക്കും അവകാശമില്ലേ? ജനാധിപത്യമല്ലേ, അല്ലേ? രാഹുൽ ഗാന്ധിക്കും വന്ന് നിൽക്കാമല്ലോ, അല്ലേ? ആർക്കും വേണേൽ വന്ന് നിൽക്കാം. അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. ജയിപ്പിക്കാനും തോൽപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യം ജനങ്ങൾക്കുണ്ട്. കഴിഞ്ഞ ദിവസം സുരേഷ് ക്ലാരിറ്റി വരുത്തിയതാണ് ഈ പത്മജ ഗുണപാന്റെ വിഷയത്തിൽ ക്ലാരിറ്റി വരുത്തിയതാണ്. അത്തരത്തിലൊരു വാർത്തകളും പ്രചരിച്ചിരുന്നു. ഞാൻ പറഞ്ഞു, എന്തെങ്കിലും പറയണമെങ്കിൽ നമുക്ക് ഇത് ഒരു ജനാധിപത്യത്തിൻ്റെ ഫ്രം ദ ഹോഴ്സസ് മൗത്ത്, ഇറ്റ് ഈസ് സ്ട്രൈറ്റ് ഫ്രം ദ ഹോഴ്സസ് മൗത്ത് എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്വമുണ്ട്, റെസ്പോൺസിബിലിറ്റി. ഞാൻ ആ റെസ്പോൺസിബിലിറ്റി എവിടെയെങ്കിലും തെറ്റിച്ചോ? ഇല്ലല്ലോ. എല്ലാം നിങ്ങൾ തന്നെ സൃഷ്ടിക്കുന്നതാണ്. നിങ്ങളെന്ന് പറഞ്ഞാൽ മീഡിയ അല്ല, ജനപക്ഷത്തു നിന്ന് വരുന്ന ഒരുപാട് സ്ഥലങ്ങളിൽ പാട്ട് പാടാൻ ആവശ്യപ്പെട്ടു, പാട്ടുപാടി, അല്ലേ? പാട്ടുപാടി ജയിച്ചോ തോറ്റോ എന്നുള്ളതല്ല പ്രധാനം. വിഷയങ്ങൾ ചർച്ച ചെയ്യണം. നമ്മൾ ഈ പറഞ്ഞ എന്താണ് ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവ് പറഞ്ഞത്, പ്രതിലോമയാണ്. അങ്ങനെയല്ല, ആഴത്തിലുള്ള വിഷയങ്ങളുണ്ട്. സിദ്ധാർത്ഥൻ്റെ കുടുംബത്തിൻ്റെ കണ്ണീർ, മക്കളുള്ള എല്ലാ അച്ഛനമ്മമാരുമുള്ള കുടുംബങ്ങളുടെ കണ്ണീരാണ്. ആ കണ്ണീർ കയത്തിൽ ഇവർ മുങ്ങിത്താഴും. അത് ചർച്ച ചെയ്യും. അഭിമന്യുവിൻ്റെ FIR എവിടായി? അഭിമന്യു ആരാ? ABVP കാരനാണോ? അല്ലല്ലോ. അങ്ങനെയെങ്കിലും വിചാരിക്കേ. KSU കാരനും അല്ലല്ലോ. അങ്ങനെയെങ്കിലും വിചാരിക്കേ. അതൊന്നും എനിക്കറിയില്ല. ഇല്ല. അത് ജനങ്ങൾ പറയണം. ഞാനിങ്ങനെ പറഞ്ഞു തന്നിട്ട് കാര്യമില്ല. ജനങ്ങൾ പറയണം. ജനങ്ങളുടെ ചില ചേഷ്ടകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. അതെനിക്ക് ആത്മവിശ്വാസം പകരുന്ന തരത്തിൽ മനസ്സിലാക്കൽ നടത്താൻ സാധിച്ചിട്ടുണ്ട്. അതെ, എല്ലാം ദുരിതമായിട്ട് ബ്രാക്കറ്റ് ചെയ്താൽ മതി. പിന്നെ അതിൻ്റെ ഓരോ ബ്രാഞ്ചസ് അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ അൺഎൻഡിങ് ആണ്. അത് ജനങ്ങളുടെ ചേഷ്ടകളിൽ നിന്ന് മനസ്സിലാവുന്നു. ചേഷ്ടയല്ലല്ലോ പ്രധാനം, അവരുടെ ഒരു ഫൈനൽ ഡിസിഷൻ അല്ലേ. ആ ഡിസിഷനിൽ നിന്ന് നമുക്ക് നിശ്ചയിക്കാൻ പറ്റും.
റൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേഖലയിൽ 3 തരം അരി വിതരണം ചെയ്യുകയാണ്. ജനങ്ങൾക്ക് അങ്ങനെയെങ്കിലും അരി കിട്ടുമെങ്കിൽ കിട്ടിക്കോട്ടെ എന്നേ ഞാൻ പറയത്തുള്ളൂ. എന്ത് പേര് വേണേ ഇട്ട് വിളിച്ചോട്ടെ, എം റൈസോ ഭാരത് റൈസോ കെ റൈസോ എന്ത് വേണേ വിളിച്ചോട്ടെ, ജനങ്ങൾക്ക് കിട്ടുമല്ലോ, സന്തോഷം. വലിയ വിമർശനമായിരുന്നു. ഇത്രയേ ഉള്ളൂ എന്ന് ജനങ്ങൾക്കറിയാം. അതാ ഞാൻ പറഞ്ഞ ചേഷ്ട. ഇതൊക്കെ എന്തുകൊണ്ടുണ്ടാവുന്നു എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ എന്ന് വെച്ചാൽ അവർ വാങ്ങാതിരിക്കത്തില്ല. ഇപ്പോൾ മോദി പണിത റോഡാണെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ഇത് ഉപയോഗിക്കാതിരിക്കുകയാണോ? അല്ലേ?